നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ഗുരുതരമായ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാനത്തിന് വലിയ ധനനഷ്ടമുണ്ടായി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നോട്ടീസ് അയക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മുൻപും നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും എന്തായെന്നും വി.ഡി. സതീശൻ ചോദിച്ചിരിക്കുകയാണ്. മസാല ബോണ്ടിൽ കടമെടുത്തത് തെറ്റാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുമ്പോൾ ഇവിടെ ഇടയ്ക്കൊരു നോട്ടീസ് അയച്ച് ഭയപ്പെടുത്തുകയാണ്. മുൻപും സമാന രീതിയിൽ നോട്ടീസ് അയച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അയച്ച നോട്ടീസിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അയക്കുന്ന നോട്ടീസിൽ CPM ഭയപ്പെടാറുണ്ട്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ ബാങ്കിന്റെ കാര്യങ്ങൾ പറഞ്ഞ് CPMനെ വിധേയരാക്കി BJPക്ക് ജയിക്കാനുള്ള സാഹചര്യമുണ്ടാക്കി. കേരളത്തിൽ BJPയെ സഹായിക്കാൻ വേണ്ടി CPM നേതൃത്വത്തെ പേടിപ്പിക്കുക മാത്രമാണിത്. അതാത് കാലത്ത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച എല്ലാ കേസുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. മസാല ബോണ്ടിൽ അഴിമതിയും നടപടിക്രമങ്ങളിലെ പാളിച്ചയും ഭരണഘടനാപരമായ ലംഘനങ്ങളുമുണ്ട്. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ട് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ EDയുടെ വാദം തള്ളി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരുന്നു. മസാല ബോണ്ടിൽ ക്രമക്കേടില്ലെന്നതാണ് സർക്കാർ നിലപാട്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മസാല ബോണ്ടിന്റെ പണം തിരിച്ചു നൽകിയതായും സർക്കാർ വ്യക്തമാക്കി. ED അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മുഖ്യമന്ത്രി ഉടൻ മറുപടി നൽകും. 3 വർഷം നീണ്ട അന്വേഷണത്തിന് പിന്നാലെയാണ് ED നോട്ടീസ് നൽകിയത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ED കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്ന് ED കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ്. ED അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് 3 മാസം മുമ്പ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കിഫ്ബി ഹാജരാക്കിയ രേഖകളടക്കം പരിശോധിച്ചാണ് EDയുടെ നിർണായക നീക്കം. കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർക്ക് പ്രതിനിധി വഴിയോ അഭിഭാഷകൻ മുഖാന്തരമോ വിശദീകരണം നൽകാവുന്നതാണ്. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടിയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജാനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. അതേസമയം ബോണ്ട് ഇറക്കി സമാഹരിച്ച 2150 കോടി രൂപയും കിഫ്ബി തിരിച്ചടച്ചിരുന്നു. മസാല ബോണ്ട് ഇറക്കിയ ആദ്യ സംസ്ഥാന ഏജൻസിയായിരുന്നു കിഫ്ബി. വിഷയത്തിൽ തോമസ് ഐസക്കിന് ED നേരത്തെയും സമൻസ് അയച്ചിരുന്നു. വിദേശ നിക്ഷേപകരിൽ നിന്നും പ്രാദേശിക കറൻസിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനുള്ള കടപ്പത്രങ്ങളാണ് മസാല ബോണ്ട്. വിവാദമായ മസാല ബോണ്ട് കേസിൽ വിശദീകരണവുമായി EDയും രംഗത്ത് വന്നിരുന്നു. മസാല ബോണ്ട് ഉപയോഗിച്ച് കിഫ്ബി ഭൂമി വാങ്ങിയത് ചട്ടലംഘനമാണെന്ന വിശദീകരണവുമായാണ് EDയുടെ പ്രസ്താവന. 466.91 കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങിയത് ഫെമ ചട്ടങ്ങളുടെ ലംഘനമെന്നും ED RBIയുടെ നിർദ്ദേശങ്ങളും ലംഘിച്ചുവെന്നാണ് ED വിശദീകരിക്കുന്നത്. അതേസമയം നോട്ടീസ് ലഭിച്ചവർ നേരിട്ട് ഹാജരാകേണ്ടെന്നും ED വ്യക്തമാക്കി. കൃത്യമായ ഫെമ ലംഘനവും RBI മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനവും ഉണ്ടെന്നാണ് കണ്ടെത്തൽ എന്നതാണ് ED വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഫയൽ ചെയ്തതെന്നും പറയുന്നു. ഈ വർഷം ജൂണിലാണ് പരാതി ഫയൽ ചെയ്തത്. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കും KM എബ്രാഹാമിനെ കിഫ്ബി CEO എന്ന നിലയിലും ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് കിഫ്ബി വൈസ് ചെയർമാൻ എന്ന നിലയിലും നോട്ടീസ് നൽകിയത്. ഒരു തരത്തിലും ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ ED വിശദീകരണത്തിൽ പറയുന്നത് ഫെമ ലംഘനം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. 2600 കോടിയിലധികം രൂപയുടെ മസാല ബോണ്ട് ഇറക്കിയെന്നാണ് ED പറയുന്നത്. ഇതിൽ 466.19 കോടി രൂപ ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു. ഈ നടപടിയാണ് RBI നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമെന്ന് ED വിശദീകരണം. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ED നടപടി ഈയൊരു തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫെമ RBI ചട്ടലംഘനം കണ്ടെത്തിയതോടെ കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രിക്ക് ED കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കവേ ഈ നോട്ടീസ് വിവാദമാകുകയും ചെയ്തു. മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി CEO KM എബ്രാഹാം ഉൾപ്പെടെയുള്ളവരും മറുപടി നൽകണമെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മകൾക്കും മകനും പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അന്വേഷണ പരിധിയിൽ എത്തിച്ചിരിക്കുകയാണ് ED. പിണറായി കുടുംബത്തിലെ 3 പേരാണ് ഇതോടെ ED അന്വേഷണ പരിധിയിൽ എത്തിയത്. പിണറായി വിജയൻ ചെയർമാൻ
റഹ്മാൻ കിഫ്ബി എന്ന മേൽവിലാസത്തിലാണ് മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. നവംബർ 12-ന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇഷ്യൂ ചെയ്ത നോട്ടീസ് വെള്ളിയാഴ്ച കിഫ്ബിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലെത്തി കൈമാറി. മുഖ്യമന്ത്രിക്ക് പുറമെ കിഫ്ബി മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി സിഇഒ KM എബ്രഹാം അടക്കം 4 പേരെയാണ് ഇഡി കക്ഷി ചേർത്തിട്ടുള്ളത്. 3.5 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ജൂൺ 27-നാണ് ഇഡി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. 2019-ൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മസാല ബോണ്ട് ഇറക്കി നടത്തിയ ഇടപാടിലും ഗുരുതര ചട്ടലംഘനങ്ങളുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ.